നമുക്കിന്ന് ബീഡ്സ് ക്രോസ് ഫില്ലിംഗ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ബീഡ് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആ ഡിസൈൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീഡ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബീഡ്സ് നന്നായിട്ട് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുക. കോർണറിൽ നിന്ന് ബീഡ്സ് മെഷീൻ ത്രെഡ് ആണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ഒരു 4 ബീഡ്സ് ഞാൻ ആദ്യം ഇടുന്നുണ്ട്. 4 ബീഡ്സ് ഇട്ടു. അതിനെ ലോഡ് ചെയ്തു. ക്രോസ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുക. ലോക്ക് സ്റ്റിച്ച് ഇട്ട് മുകളിലോട്ട് വലിക്കുക ഇതുപോലെ. അതിനുശേഷം ബാക്കിലോട്ട് പോവുക. ബാക്കിലോട്ട് പോയി വീണ്ടും നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒരു സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മളവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇവിടെ വീണ്ടും ലോക്ക് സ്റ്റിച്ച് ഇട്ടു. അതിന് ശേഷം നമ്മൾ ബീഡ് വീണ്ടും ലോഡ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ബീഡ് വേണം ഇടാൻ. നമ്മളിപ്പോ 4 ആണ് ആദ്യം ഇട്ടത്. അപ്പൊ ഞാൻ അടുത്ത ലെയറിലും 4 തന്നെ ഇടുവാണ്. 4 വരുമ്പോ നമ്മൾ ഇങ്ങനെ ഇതുപോലെ വെച്ച് നോക്കണം ഫില്ലാവുന്നുണ്ടോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം നമ്മളിതാ വീണ്ടും ക്രോസ് ആയിട്ട് കുത്തിയതിന് ശേഷം വീണ്ടും അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. തൊട്ട് താഴെ തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. നമ്മളിതിങ്ങനെ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ഇത് ബാക്കിലോട്ട് വരിക. ശേഷം അവിടെ വീണ്ടും സ്റ്റിച്ച് എടുക്കുക. വീണ്ടും അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് നേരെ ക്രോസ് ആയിട്ട് വരിക. ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്തെടുത്തു. ക്ലോസ് ചെയ്തു. ഇനി ഇതിന് ചുറ്റും നമ്മൾ ചെയിൻ കൊടുക്കണം. ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചെയിൻ എടുക്കുക. ഫുള്ള് ചെറുതായിട്ട് നമ്മൾ ചെയിൻ ഒരേ ലെങ്തിൽ ചെയിൻ കൊടുത്തിട്ട് ആയിട്ട് എടുക്കുക. ഇതുപോലെ ഫുള്ള് നമ്മൾ ചെയിൻ കൊടുത്ത് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കെട്ടിട്ട് ഒരു ചെയിൻ അകത്ത് കൂടെ ഇറക്കി ലാസ്റ്റ് കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.